ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ജേണൽ വീഡിയോ ആണ്. അപ്പോൾ 12 റൗണ്ട്സ് ആണുള്ളത് നമുക്ക്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് പെൻസില്, പിന്നെ കളറ്, പിന്നെ കുറച്ച് കളേഴ്സ് ആയിട്ട്, പിന്നെ കവായി സ്റ്റിക്കർ ഉണ്ട്, പിന്നെ ലീഫ് ഉണ്ട്, പിന്നെ ഒരു ലൈനുള്ള പേപ്പറും ഉണ്ട്, ഒരു പ്ലെയിൻ ആയിട്ടുള്ള പേപ്പറും ഉണ്ട്, പിന്നെ ഫ്ലവേഴ്സ് നമുക്ക് ജസ്റ്റ് ഇവിടെ വെറുതെ വെക്കാനായിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ജേണലിൽ ഒട്ടിക്കാൻ പേപ്പറൊക്കെ ആയിട്ട് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണ്. പിന്നെ കുറച്ച് കുറച്ച് പഞ്ഞിയായിട്ടുണ്ട്, പിന്നെ മാർക്കർ ഉണ്ട്, പിന്നെ കളർ പഞ്ഞായിട്ട്, പിന്നെ മുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിക്കാനായിട്ട്, പിന്നെ ഡയമണ്ട് പോലത്തെ സംഭവം. പിന്നെ ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ സാധനം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പേര്, എൻ്റെ പേര് അസ്മ, ഞാനാണ് ഫിദ. അപ്പോൾ നമുക്ക് ചാനലിലേക്ക് പോവാം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം. ഞങ്ങൾ ഷോർട്സൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ആദ്യ റൗണ്ടിൽ വരുന്നത് പെൻസിലാണ്. അപ്പോൾ നമ്മൾ ലോട്ട് എടുത്തിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലിക്കിടാം. ആദ്യം ഞാനാണ്. ഞങ്ങൾ ലോട്ട് എടുത്തിട്ടുണ്ട്. അപ്സര പെൻസിലും പിന്നെ ക്രിക്കറ്റ് അതിൻ്റെ പേര് ക്രിക്കറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലോട്ട് ഇടാൻ പോകുന്നത്. നമുക്ക് തുറന്നു നോക്കാം. എനിക്ക് കിട്ടിയത് അപ്സര പെൻസിലാണ്. ബോബി കിട്ടിയ ഒരു ക്രിക്കറ്റ് എന്ന് പറഞ്ഞ പെൻസിലാണ്. അപ്പോൾ നമുക്ക് പെൻസിൽ എടുക്കാം. എനിക്ക് കിട്ടിയത് ഇതാണ്, ഇത് കിട്ടിയത് ഇതാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞത് ഇവിടെ വെക്കട്ടെ. അപ്പോൾ നമ്മൾ ആദ്യം ജേണലിൻ്റെ ഫസ്റ്റ് പേജ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് വരകളൊക്കെ വരച്ചിട്ട് ഔട്ട്ലൈൻ കൊടുക്കുക, എന്നിട്ട് കളർ കൊടുക്കുക. ഞാൻ അടുത്ത റൗണ്ടൊക്കെ വരുമ്പോൾ അങ്ങനെ കളർ കൊടുക്കാനാണ് വിചാരിക്കുന്നത്. ഈ റൗണ്ടിൽ ചെയ്യാം. ഞാൻ ഒരു ജേണലിൻ്റെ ഫസ്റ്റത്തെ പേജായിട്ടാണ് ചെയ്യാൻ പോണത്. അപ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് ഇന്ത്യയിലൊക്കെ വരച്ച് നോക്കാം. അത് അടിയത്ത് കാണും. നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ ഇത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ പോവുകയാണ്. സെക്കൻഡ് റൗണ്ട് കടക്കാം. അപ്പോൾ അടുത്തത് നമുക്ക് വരുന്നത് ക്രയോണും സ്കെച്ചും ആണ് വരുന്നത്. അപ്പോൾ ഇനി ഇവളിലോട്ട് ഇടും. അപ്പോൾ നമ്മൾ ലോട്ടിട്ടാണ്. അപ്പോൾ നല്ലൊരു ക്രയോണാണ് കിട്ടിയിട്ടുള്ളത്. സ്കെച്ച് കളറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ സ്കെച്ചും എനിക്ക് കളറാണ് ഇതിൽ വരുന്നത്. ചെറിയൊരു സെറ്റാണ്. അപ്പോൾ എനിക്ക് ഇതിൽ ബ്ലാക്ക്, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീന്, ബ്ലൂ, സ്കൈ ബ്ലൂ ആയിട്ടുള്ള ബ്ലൂ ആണ് വരുന്നത്. ഇതിൽ ഗ്രീന്, ബ്ലാക്ക്, ബ്രൗണ്, ബ്ലൂ, യെല്ലോ, ഓറഞ്ച് അങ്ങനെയൊക്കെയാണ്. നമുക്ക് സെക്കൻഡ് കൂടി ഈ സ്കെച്ച് കൊടുക്കാൻ പോവാണ്. ഞാൻ ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ അങ്ങനെ കളർ കൊടുത്തു നോക്കാം. ഒരു ഐഡിയ ഇല്ല. അപ്പോൾ കൊടുത്തു നോക്കാം എന്താവും. ഒരു ഐഡിയ കിട്ടുന്നില്ല, എന്തൊക്കെയോ ആയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിന് ഔട്ട്ലൈൻ കൊടുത്തിട്ട് ഡിസൈൻ ചെയ്യും. ഇതിൻ്റെ എപ്പോഴും ഇത്രയായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കി പെട്ടെന്ന് ചെയ്യാം. എനിക്കൊന്നും അറിയുന്നത്. അപ്പോൾ നമ്മൾ ഈ റൗണ്ടിൽ ഇത്രയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ
അപ്പോൾ ഈ കളർ കൊണ്ട് നമ്മൾ ഇത് രണ്ടുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഇതുവരെ ഞാൻ വിചാരിച്ച പോലെ നല്ലതൊന്നും ഇങ്ങനെ ഞാൻ വിചാരിച്ച സ്കെച്ച് ഇട്ടോളന്ന് സ്കെച്ച് ആദ്യത്തിൽ അപ്സര കിട്ടണം വിചാരിച്ച പോലെ തന്നെ പിന്നെ സ്കെച്ച് കിട്ടണം വിചാരിച്ച് കിട്ടില്ല. അടുത്ത റൗണ്ട് പോലെ നോക്കാം ബാക്കി. അപ്പോൾ ബാഡായിട്ടാണ് വന്നിട്ടുള്ളവർക്ക് തോന്നുന്നത്. അടുത്തുണ്ടാവും എന്തോ നെല്ലൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത റൗണ്ട് കട്ടില്ല. നമ്മൾ ഈ റൗണ്ട് വരെ ഉള്ളത് ഇത്ര ആയിട്ടാണ് ഇന്ത്യത് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത റൗണ്ടിൽ കിടക്കാം. അപ്പോൾ അടുത്ത് വന്നിട്ടുള്ളത് ഇങ്ങനെ പെൻസിൽ കളറും ഉണ്ട്, പിന്നെ ഈ ഒരു സ്കെച്ചിൻ്റെ കളറും ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ള കുറേ കളറുണ്ട്. ഇത് കിട്ടുന്ന ആള് ലക്കി നമുക്ക് ഇത് ഇട്ടാണ്. അതിനിപ്പോൾ അടുത്ത റൗണ്ട് ഞാനാണ് ലോട്ട് ഇടാനുള്ളത്. അപ്പോൾ നമുക്ക് ലോട്ട് ഇടാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് സ്കെച്ച് കളറാണ് കിട്ടിയിട്ടുള്ളത്. ഭാഗ്യമില്ല കേട്ടോ, ഭാഗ്യം തീരെ നല്ല ഭാഗ്യം. ഈ വരച്ച ഫ്ലവറിൻ്റെ ഉള്ളിൽ പർപ്പിൾ കളർ കൊടുക്കാൻ പോവാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട് കിട്ടിയില്ല, ഓക്ക് ഇഷ്ടപ്പെട്ടു, ഓക്കും കിട്ടിയില്ല. കിട്ടിയത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി. എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ബ്ലാക്ക് ആയിട്ട് ഇങ്ങനെ ഇവിടെ കൊടുക്കണം വിചാരിച്ചു. ചെറുക്ക കളിക്കുന്ന പോയി എന്താ ചെയ്യുന്ന ഒരു കൊടുത്തൂല്ലേ. ഇതൊന്ന് ഷാർപ്പ് ചെയ്യണം. അപ്പോൾ ഷാർപ്പിന് ഇതെല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് അങ്ങനെ റൗണ്ടും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ എല്ലാവർക്കും യൂസ് ചെയ്യാനുള്ളതാണ്. പശ കത്രിക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം. അപ്പോൾ അപ്പോൾ ഇനി നിങ്ങൾ പറയുന്ന ചലഞ്ച് ഞങ്ങൾ ചെയ്യും. അപ്പോൾ കമൻറ്റ് ഇടുക എല്ലാവരും. ഇതിൽ ആരുടെ രസമൊന്നും ലാസ്റ്റ് നിങ്ങൾ കമൻറ്റ് ഇടണം. നിങ്ങൾ കമൻറ്റിനായി ഞങ്ങൾ കാത്തിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ഇടണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടണം. നമ്മൾ നിൽക്കുന്നത് ഞാനൊരു ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. ഒരു ബൊമ്മക്കുട്ടിനെ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് പിന്നെ അപ്പോൾ നമ്മൾ നാലാമത്തെ റൗണ്ടിലേക്ക് പോവാണ്. ഇതാണ് ടച്ചിൻ്റെ. അപ്പോൾ നെക്സ്റ്റ് റൗണ്ടിലേക്ക് കിടക്കാം.
നാലാമത്തെ റൗണ്ട് വരുന്നത് വില്ലേജ് തീമിലുള്ള ഒരു കവാൾ സ്റ്റിക്കർ നോർമൽ കവാൾ സ്റ്റിക്കറാണ്. അപ്പോൾ നമുക്ക് ലോട്ടിടാൻ പോവാണ്. ലോട്ടിടാം നോർമൽ കവാൾ സ്റ്റിക്കറാണ് കിട്ടിയിട്ടുള്ളത്. വില്ലേജ് തീമിലുള്ള ഒരു കിട്ടിയിട്ടുണ്ട്. ഇതാണ് കിട്ടിയിട്ടുള്ളത്. ഇത് മതി. കിട്ടുന്ന വിചാരിച്ചില്ല, ഇത്ര നേരം ഒന്നും കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് ഇനി പല സാധനങ്ങൾ വരാനുണ്ട്. ഒക്കെ വന്നിട്ട് എടുക്കാൻ തോന്നുന്നു. അപ്പം നമ്മൾ ഒന്ന് ഒട്ടിക്കാൻ പോകണം. നമുക്ക് സാധനങ്ങൾ അനുസരിച്ച് ഒട്ടിക്കാനാണ്. കുഞ്ഞ് ഐസ്ക്രീം നമ്മളിതിൻ്റെ ഇവിടെ ഒട്ടിച്ചു. എന്താ സാധനം ഒട്ടിച്ച് വെക്കാം. നമുക്ക് ഇവിടെ ലൈറ്റ് പോലെ ഇവിടെ ലൈറ്റ് പോലെ ചേർക്കാം. ചേച്ചിട്ട് വെക്കാം വിചാരിച്ചു. പിന്നെ റെഡിയാക്കാം. നേരത്തെ ഫുഡാണ് രസമായിട്ട് തോന്നുന്നത്. നമുക്ക് ഇത് വേണം നല്ല ലൈറ്റ്. ഞാൻ എടുക്കാൻ വിചാരിക്കണ ലൈറ്റ് ഇതാണ്. ഈ വള്ളിമൊക്കെ ഒരു ഗ്രീൻ കൊടുക്കുകയാണ്. സ്കെച്ച് മാർക്കർ അങ്ങനത്തെ കിട്ടിയിട്ടുള്ള കളറാണ്. ഇതിനേക്കാൾ നല്ല പോയി ചാവണതല്ലേ വിചാരിച്ചൊരു കളറും. ആറാമത്തെ റൗണ്ടാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ കഴിഞ്ഞ റൗണ്ടിൻ്റെ ലാസ്റ്റ് ഫൈനൽ ഔട്ട്ഫിറ്റാണ് ഇത്.
മൂന്നാമത്തെ റൗണ്ടിന് എത്രയാണ് റൗണ്ട് എത്രയാണ് അഞ്ചാമത്തെ ഇത് അഞ്ചാമത്തെ റൗണ്ടല്ലേ അപ്പോൾ നാലാമത്തെ ഇത് 5 6ാമത്തെ അടങ്ങല് അഞ്ചാമത്തെ റൗണ്ട് വരെ ഉള്ളതാണ് അഞ്ചാമത്തെ റൗണ്ടത്തെ ഔട്ട്ഫിറ്റാണിത് അപ്പോൾ ഇത് ഇതാ ഇവിടെ ഒരു ജോക്കറിൻ്റെ അതിൻ്റെ മേലെ ഹവായ് സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നു അപ്പോൾ അതിൽ വരുന്നത് കുറച്ച് പഞ്ഞി പിന്നെ അതുപോലെ തന്നെ തൂവൽ ആണ് അപ്പോൾ നമുക്ക് ലോട്ടിട്ടിട്ട് നല്ലത് കിട്ടിയാൽ മറ്റേ തൂവൽ ഞാൻ വിചാരിച്ചത് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഈ പഞ്ഞാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് കിട്ടിയത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഞാൻ കുറച്ച് ഇതാക്കി കൊടുക്കാം അയ്യേ തൂവലെന്തത് പശു ഇട്ടിച്ച് കൊളായി ഗൈസ് വേറെ തരത്തിലുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഏതൊരു ഷോർട്സ് ഇട്ടപ്പോൾ അതിൽ ഇങ്ങനെ ആരോ വന്നുകൊണ്ട് ചോദിച്ചു എന്തോ പറഞ്ഞു അസ്മ ഫിദ എന്ന് പറഞ്ഞുകൊണ്ട് ഹായ് അയച്ചിരുന്നു ഹായ് പറഞ്ഞിരുന്നു അപ്പോൾ ഇനി ഇങ്ങനെ പറയുകയാണെങ്കിൽ അവർക്കൊക്കെ ഹായ് പറയണതാണ് നമ്മളിഷ്ടമുള്ളൊരു ആ ഇട്ട ആള് ഇത് കാണുന്നുണ്ടെങ്കിൽ അടിയിലൊന്ന് കമൻറ്റ് ഇടുക അപ്പോൾ ആ ആൾക്ക് ഞങ്ങൾ ആദ്യം തിരിച്ചൊരു ഹായ് പേപ്പർ മതി ഇത് മതി അപ്പോൾ ഗൈസ് നമ്മളിതാ 7ാമത്തെ റൗണ്ട് കിടക്കുകയാണ് അതിൽ വരുന്നത് ഡയമണ്ടും പിന്നെ വൈറ്റ് ബോളുമാണ് വരുന്നത് അപ്പോൾ നമുക്ക് ലോട്ട് ഇട്ടിട്ട് അടുത്ത എന്ത് കിട്ടും ഗൈസ് നമ്മൾ ലോട്ട് ഇടാൻ പോകുന്നു ഡയമണ്ട് വേണ്ട വൈറ്റ് ബോളാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഓക്കെ ഡയമണ്ട് എന്താ ചെയ്യാ വെറുതെ ഓരോന്നാണ് പറയുന്നത് കമന്റ് ചെയ്യാം ഇതിന് പാർട്ട് 2 വരുന്നതാണ് അപ്പോൾ കമന്റ് ചെയ്യാം നമുക്ക് ഇനി ബാക്കി 4 കൂടി ഉണ്ട് അത് ചോദിച്ചു ചെയ്യാം ഇത് രത്നത്തിൻ്റെ മേഘങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് റൗണ്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ അവസാനത്തെ റൗണ്ടിൽ ഞാൻ പറയാം ഞാൻ എങ്ങനെയാണ് ഉദ്ദേശിച്ചത് വില്ലേജ് ടീമിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒരു കൊള്ളിക്കഷ്ണം എന്തൊരു കൊള്ളിക്കഷ്ണം ആ കൊള്ളിക്കഷ്ണത്തുമ്പോൾ കൂടി ഒരു എന്തൊക്കെ തന്നെ പറയാം ഒരു വള്ളി അതിന്മേ ഒരു കുറച്ച് പർപ്പിൾ പൂവുണ്ട് പിന്നെ കൊള്ളിക്കഷ്ണം എന്നൊന്നും പറയാൻ പറ്റില്ല ലൈറ്റൊക്കെ ഉണ്ട് ലൈറ്റുള്ളൊരു ഒരു ലൈറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അതിന്മേൽ കൂടി കുറച്ച് ഒരു വള്ളി പിന്നെ എന്നെ ചുറ്റി നടക്കണ 2 പൂമ്പറ്റകൾ
ഇവിടെ എന്തിനോ നടക്കണ 2 പൂമ്പാറ്റകള്. ഇതെന്താന്ന് അറിയില്ല. ഇത് നമ്മളൊരു വില്ലേജ് ടൈമിൽ നമുക്ക് പറ്റുന്ന ഒരു കളർ നോക്കിയതാണ്. അപ്പം അങ്ങനെ അത്രേ ഉള്ളൂ. പിന്നെ ബ്ലാക്ക് പെണ്ണുകൊണ്ടും പിന്നെ ബ്ലാക്ക് കളർ കൊണ്ടും പെൻസിൽ കളർ കൊണ്ടുമാണ് നമ്മൾ അത് ചെയ്തിട്ടുള്ളത്. ഇത് വെച്ച് കൂടുതൽ ഇഷ്ടമായിട്ടാണ്. ഇത് മാത്രമാണ് ഞാൻ എന്താ ചെയ്തത് മനസ്സിലായിട്ടില്ല. ഞാൻ അതൊരു ഏതാണ് ഇഷ്ടപ്പെട്ടെച്ചാൽ അത് പറയാം. ഏതാ ഇഷ്ടപ്പെട്ടെച്ചാൽ അത് പറയാം. ഞാനൊരു ഔട്ട്ലൈൻ കൊടുത്ത ആദ്യം, പിന്നെ ലാസ്റ്റ് ബോൾ കിട്ടിയപ്പോൾ ഇതേപോലെ ഇങ്ങനെ ചെയ്തു. പിന്നെ ഇവിടെ ഇതൊക്കെ വെച്ച് ചെയ്ത്, പിന്നെ ഇവിടെ ഒരു ഫ്ലവർ വരച്ച്, പിന്നെ ഇവിടെ ഒരു സാധനം വരച്ച് ബമ്മനെ വരച്ച് കഴിഞ്ഞ് ഒരു ഐസ്ക്രീം. അപ്പൊ ഞാൻ അവിടെ തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക്. ഈ ഇതിലേറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഭാഗമായിട്ടാണ്. ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആർട്ടാണ് കമന്റ് ചെയ്യാം. എൻ്റെ പേര് ഫിദ, ഓളെ പേര് അസ്മ. ഇതില് ഇന്ത്യയുടെ രസം എന്നുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഫിദാന്ന് ഇടാം. ഇന്ത്യയുടെ രസം എന്നുണ്ടെങ്കിൽ അസ്മാന്ന് ഇടാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും. അപ്പോൾ സെക്കൻഡ് പാർട്ട് കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. കമന്റ് ഇട്ടാൽ മാത്രം സെക്കൻഡ് പാർട്ട്. അപ്പോൾ എല്ലാവർക്കും